പ്രതിഫലം ഓർത്തിട്ടാണെങ്കിൽ ഈ വെള്ളൂര് വന്നവരെ നിങ്ങൾക്കിതാ ഇവിടെ ഇരിക്കുന്നുണ്ട് മിത്തബൈൽ ഉസ്താദിന്റെ പൊന്നാരാനുജ്. ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഉസ്താദിന്റെ കരളിന്റെ കഷണമായ പൊന്നുപോലെ ഇരിക്കുന്നുണ്ട്. ഈ മക്കൾക്ക് മിത്തബൈൽ ഉസ്താദ് കൊട്ടാരം പണിഞ്ഞു കൊടുത്തില്ല. ഈ മക്കൾക്ക് മിത്തബൈൽ ഉസ്താദ് സ്വർണ്ണക്കരണ്ടിയിൽ പാല് വിളമ്പി കൊടുത്തില്ല. ഈ പൊന്നുപോലെ മിത്തബൈൽ ഉസ്താദ് ഏക്കർ കണക്കിന് സ്വത്ത് മംഗലാപുരത്ത് എഴുതി കൊടുത്തില്ല. ഇർഷാദ് എന്ന് പറയുന്ന പൊന്നുപോലെ മിത്തബൈൽ ഉസ്താദ് സ്വർണം കൊണ്ട് പൊതിഞ്ഞു കൊടുത്തില്ല. കൊട്ടാരം വാങ്ങി കൊടുത്തില്ല. വിലപിടിപ്പുള്ള വാഹനം വാങ്ങി കൊടുത്തില്ല. സമസ്തയുടെ പ്രവർത്തകനായ മിത്തബൈൽ ഉസ്താദിന് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാമായിരുന്നു മംഗലാപുരത്തുകാരാ. മംഗലാപുരത്തെ സമസ്തയുടെ മക്കളോട് എനിക്കൊരു വലിയ കാർ വേണമെന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഉസ്താദിന് നിങ്ങൾ വാങ്ങിക്കൊടുക്കൂലേ? എന്റെ പ്രിയപ്പെട്ട SKSSFകാരാ, എനിക്കൊരു വലിയ കൊട്ടാരം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കൂലേ? എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ ഉലമാക്കള്, എനിക്ക് താമസിക്കാൻ വലിയ ഒരു ആർഭാടമുള്ള വീട് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബം വിറ്റിട്ട് കൊണ്ട് കൊടുക്കൂലേ? മിത്തബൈൽ ഉസ്താദിന് താമസിക്കാൻ കൊണ്ട് കൊടുക്കൂലേ? പക്ഷേ പാവപ്പെട്ട മിത്തബൈൽ ഉസ്താദ് മംഗലാപുരത്ത് ചെറിയ ഹോസ്പിറ്റലിലല്ലേ അവസാന ദിവസം കിടന്ന് ചികിത്സ നടത്തിയത്. ഞാൻ ആ ഹോസ്പിറ്റലിന്റെ പടവുകൾ കടന്ന് ഉസ്താദിനെ കാണാൻ വേണ്ടി ചെന്നപ്പോ കൂടെയുള്ള ശിഷ്യന്മാരോട് ചോദിച്ചത്, ഒരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തതെന്താ? ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഉള്ള നല്ല മംഗലാപുരത്ത് വിലപിടിപ്പുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തതെന്താ? ആ സമയത്ത് അവിടുത്തെ മക്കൾ പറഞ്ഞു, ഉസ്താദിനതൊന്നും ഇഷ്ടമല്ല. ഒരു ചെറിയ കട്ടില്, ഒരു കീറിയ വിരിപ്പ്, ഒരു കറങ്ങുന്ന ചെറിയ ഫാന്, അതിന്റെ താഴെ അല്ലാഹുവേ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം ശംസുനിലമയുടെ ഓർമ്മകൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ടോ അല്ലാഹുവിന്റെ സ്മരണകള് സരസിലേക്ക് ഇറക്കി വെച്ചിട്ട് ഈ ലോകത്തിലും ഇവിടെ പറഞ്ഞു പോയ മഹാന്റെ മകൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അനുജൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അല്ലാഹുവിന് വേണ്ടി ജീവിച്ചു നടന്നു പോയ ആ മഹാനുഭാവന്റെ നാമധേയത്തിൽ